LDF-UDF-ലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചു നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക കൈമാറിയതിനു ശേഷം തിരുവനന്തപുരത്ത് നടന്ന വാർത്താസമ്മേളനത്തിലാണ് വി.ഡി. സതീശന് മന്ത്രിമാരെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൽ നിന്നും 11 മന്ത്രിമാരും മുസ്ലിം ലീഗിൽ നിന്നും 5 പേരുമാണ് മന്ത്രിമാരാകുക. മന്ത്രിമാരിൽ 2 വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, മുരളീധരന് എ.പി. അനിൽകുമാർ, അലസ്, ബിന്ദു കൃഷ്ണ, സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, സിദ്ദിഖ് എം, ലിജു, കെ. തുളസി, ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരാകുക. തിരുവഞ്ചൂര് രാധാകൃഷ്ണ സ്പീക്കറും ഷാനിമോള് ഉസ്മാന് ഡെപ്യൂട്ടി സ്പീക്കറുമാകും. കുഞ്ഞാലിക്കുട്ടി, ബഷീര്, ഷംസുദ്ദീന്, ഷാജി, വി.ഇ. അബ്ദുൾ ഗഫൂര് എന്നിവരാണ് ലീഗിന്റെ 5 മന്ത്രിമാര്. 2.5 വർഷം കഴിഞ്ഞാല് പാറക്കല് അബ്ദുള്ള മന്ത്രിയാകും. കോഴിക്കോടിന് പ്രാതിനിധ്യം നൽകുന്നതിന്റെ ഭാഗമാണിത്. കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിയാകും. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും മന്ത്രിയാകും. CMPയിലെ CP ജോണ് മന്ത്രിയാകും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിലെ അബു ജോസഫിന് നൽകുമെന്നാണ് വിവരം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബും KDPയിലെ ഏക MLA ആയ മാണി സിസ്റ്റർ കാപ്പനും മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിടും. നഫീസത്ത് ബീവിക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വനിത നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കെത്തുന്നതെന്ന ചരിത്രപരമായ നേട്ടവും ഇതോടെ യാഥാർത്ഥ്യമാകുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹികവും പ്രാദേശികവുമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി കണക്കിലെടുത്താണ് കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിച്ചതെന്ന് നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിക്കായി അധ്വാനിച്ച മന്ത്രിസ്ഥാനത്തിന് പൂർണ്ണമായും അർഹരായ ഒരുപാട് പേരെ പലവിധ പരിമിതികൾ കാരണം ഇത്തവണ പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല. ഇതില് തനിക്ക് വലിയ ദുഃഖമുണ്ട്. AICC നേതൃത്വത്തിന്റെ പൂർണ്ണമായ അനുവാദത്തോടെയാണ് ഈ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. മുഖ്യമന്ത്രിയെക്കാള് വലിയ ശ്രീനാരായണീയന് ആരാണുള്ളത് എന്ന ചോദ്യത്തോടെയാണ് സമുദായ സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് മുന്നണിയിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്ന് വി.ഡി. സതീശന് വ്യക്തമാക്കി. പതിവ് പോലെ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം വകുപ്പുകളടങ്ങിയ കൃത്യമായ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറും. ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പുറത്തുവരുമ്പോൾ അടുത്ത വിസ്മയം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീഡിയോസ് മാത്രം ലോകം തുടങ്ങാൻ അതാണ്